അപ്പോഴേ ഇന്ന് നമുക്കൊരു പ്രഷർ കുക്കർ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ അതിന് തന്നെ ഒരു 1/2 കിലോ മട്ടൺ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് സവോളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ്, ഇതൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് മുന്തിരി, അണ്ടിപ്പരിപ്പ്, സവോള ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പ് ഇല്ലാത്തതുകൊണ്ട് മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെയിം കുക്കറിലോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ മിക്സൊക്കെ ഒന്ന് വഴറ്റി ഇതിലോട്ട് 2-3 സവോളയും കൂടി ഇട്ട് കൊടുത്ത് സവോള ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളി ആണെങ്കിൽ 2. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇനി എന്താ, ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മട്ടനല്ലേ, അതും കൂടെ കുക്കറിലോട്ട് തട്ടി കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയിൽ നിന്നും കുറച്ച് സവാളയിൽ നിന്നും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിനയില, മല്ലിയില, കുറച്ച് തൈരോട് ചേർത്ത് ഇതിനെ വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. കുറച്ച് നെയ്യ് കേട്ടോ. ഇനി ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. മട്ടനൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിൽ ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി സോക്ക് ചെയ്യാൻ മാറ്റി വെക്കാം. മട്ടനെ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഒന്ന് കുക്ക് ചെയ്യണം. 2 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഞാനതിന് 1.5 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളൂ, സെയിം ഗ്ലാസ്സിൽ തന്നെ. അതിലോട്ട് കുറച്ച് ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. 1-2 ഏലക്കയും കൂടി ഇട്ടിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതാ 1.5 കപ്പ് വെള്ളം എടുക്കുന്നതിൻ്റെ റീസൺ, നമ്മൾ മട്ടൻ കുക്കായി വരുമ്പോൾ മട്ടനിലും ആവശ്യത്തിന് വെള്ളം കാണും കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് അങ്ങനെ എടുത്തത്. ഇനി നമ്മൾ എന്താ ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന അരി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തു. അതിന് മേളിലായിട്ട് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും സവോളയൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വിസിൽ വന്നതിന് 20 മിനിറ്റിന് ശേഷമേ നമ്മൾ കുക്കറിൻ്റെ മൂടി തുറക്കാവുള്ളൂ. എന്താ മണം. അങ്ങനെ നമ്മുടെ മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കത്തില്ലേ? അടിപൊളി റെസിപ്പിയാണ്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടുണ്ടെങ്കിൽ കാണാം.